Dear students, ബിസിനസ് റിസർച്ച് മെത്തേഡിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ഡാറ്റ കളക്ഷൻ. ടൈപ്സ് ഓഫ് ഡാറ്റ ഏതെല്ലാമാണ്? സോഴ്സസ് ഓഫ് ഡാറ്റ, മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസൈൻ, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, ഇതെല്ലാമാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ടൈപ്സ് ഓഫ് ഡാറ്റ. ഡാറ്റ രണ്ട് രീതിയിലാണ്. ഒന്ന് പ്രൈമറി ഡാറ്റ and second is secondary data. What is primary data? Primary data are those which are original in nature and which are collected by the investigator himself for the first time for his own purposes. Primary data original data ആണ്. റിസർച്ചർ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ഇനി എന്താണ് സെക്കൻഡറി ഡാറ്റ? സെക്കൻഡറി ഡാറ്റ ആർ ദോസ് വിച്ച് ആർ കളക്റ്റഡ്, ടാബുലേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ബൈ സം അതർ പേഴ്സൺസ് ഫോർ സം അതർ പർപ്പസസ്. മറ്റുള്ളവർ അവരുടെ പർപ്പസസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. ഈ ഡാറ്റ റിസർച്ചർ യൂസ് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റ ആവുന്നു. മറ്റ് ഏതോ ആളുകൾ അവരുടെ പേർപ്പസസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തോ പേർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ റിസർച്ചർ യൂസ് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റ ആവുന്നു. ഇക്കണോമിക് സർവേസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇക്കണോമിക് റിവ്യൂസ് പബ്ലിഷ്ഡ് ബൈ വേരിയസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, സെൻസസ് ഡാറ്റ, ഇതെല്ലാം സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഇതാണ് ടൈപ്സ് ഓഫ് ഡാറ്റ. രണ്ട് രീതിയിലാണ്. ഒന്ന് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ ഒറിജിനൽ ഡാറ്റയാണ്. ഇത് റിസർച്ചർ അദ്ദേഹത്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള, അതായത് ആ സോഴ്സസിൽ നേരിട്ടെത്തി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾ അയാളുടെ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. ഇനി സെക്കൻഡറി ഡാറ്റ രണ്ട് സോഴ്സസ് ആയിട്ടാണ്. സെക്കൻഡറി സോഴ്സസ് or secondary data sources may be both internal and external. Secondary data sources internal sources ഉണ്ട്, അതുപോലെ external sources ഉണ്ട്. Internal secondary data source means the information that already exists within the company. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. അതായത് ഒരു കമ്പനിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. അത് റിസർച്ചർ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. റെക്കോർഡ് ഓഫ് സെയിൽസ്, ബഡ്ജറ്റ്, അഡ്വർടൈസിങ് എക്സ്പെൻസ്, പ്രീവിയസ് മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസ്, ഇതെല്ലാം ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള സെയിൽസിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ്സ്, അല്ലെങ്കിൽ അവിടുത്തെ ബഡ്ജറ്റ്, അഡ്വർടൈസിങ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, പ്രീവിയസ് മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള റിപ്പോർട്ട്, ഇതെല്ലാം ഇൻറ്റേർണൽ സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ഏജൻസീസിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. ഇറ്റ് മീൻസ് ഇൻഫോർമേഷൻ which is collected by a source external to an organization or a unit or a company. ഒരു കമ്പനിയുടെ പുറത്ത് നിന്ന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ഏജൻസീസ് കളക്ട് ചെയ്തിട്ടുള്ള അവിടെ നിന്നും കിട്ടുന്ന ഡാറ്റയാണ് എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സ്. അങ്ങനെ സെക്കൻഡറി ഡാറ്റ രണ്ട് രീതിയിലാണ്. സെക്കൻഡറി ഡാറ്റ സോഴ്സസ് ഇൻറ്റേർണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് മേ കൺസിസ്റ്റ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. എക്സ്റ്റേണൽ സോഴ്സസ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഡോക്യുമെൻറ്റ്സും അടങ്ങിയിട്ടുള്ളതാണ്. ആൻഡ് ദീസ് ഡോക്യുമെൻറ്റ്സ് മേ ബി ബോത്ത് പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് ഇൻ നേച്ചർ. ഇത് പബ്ലിഷ്ഡ് നേച്ചറിലാവാം അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് നേച്ചറിലും ഉണ്ടാവാം. അതാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. അതായത് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഏജൻസീസിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, ഇതെല്ലാം എക്സ്റ്റേണൽ സെക്കൻഡറി സോഴ്സസിന് എക്സാമ്പിളാണ്. സോ സെക്കൻഡറി സോഴ്സസ് രണ്ട് രീതിയിലാണ്. സെക്കൻഡറി ഡാറ്റ സോഴ്സസ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോയ്സ് ബിറ്റ്വീൻ
പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഒരു റിസർച്ചർ കളക്ട് ചെയ്യുന്നത് പ്രൈമറി ഡാറ്റയാണോ സെക്കൻഡറി ഡാറ്റയാണോ എന്ന് തീരുമാനിക്കുന്നത് പല കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ടാണ്. ദ സെലക്ഷൻ ഓഫ് ഡാറ്റ സോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അതായത് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഏത് ഡാറ്റയാണ്, പ്രൈമറി ഡാറ്റയാണോ സെക്കൻഡറി ഡാറ്റയാണോ റിസർച്ചർ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഫസ്റ്റ് ഫാക്ടറാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റഡി. റിസർച്ചർ ചെയ്യുന്ന സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ചിൻ്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ്, നേച്ചർ ഓഫ് സ്റ്റഡി, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് സ്റ്റഡി, ആ റിസർച്ചിൻ്റെ വ്യാപ്തി, സ്കോപ്പ് എത്രത്തോളമാണ്, ഈ കാര്യം ഏത് ഡാറ്റയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അതായത് നേച്ചർ ഓഫ് സ്റ്റഡി അനുസരിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റഡിയുടെ സ്കോപ്പ് അല്ലെങ്കിൽ വ്യാപ്തി അനുസരിച്ചിട്ടുമാണ് ഏത് ഡാറ്റയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. ഇത് മാത്രമല്ല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടർ ഇതാണ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റഡി. രണ്ടാമത്തെ ഫാക്ടറാണ് ആക്സസിബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്. അതായത് ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഫണ്ട് എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളതും വേറൊരു ഫാക്ടറാണ്. ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് എത്രത്തോളം അവൈലബിൾ ആണ് അതിനനുസരിച്ചിട്ട് പ്രൈമറി ഡാറ്റയോ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റയോ യൂസ് ചെയ്യാം. ചിലവേറിയത് പ്രൈമറി ഡാറ്റയാണ്, അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞത് സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ പ്രൈമറി ഡാറ്റ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ടൈം ഇസ് അനദർ ഫാക്ടർ. ഇനി ടൈം എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. അതായത് സ്റ്റഡി നടത്താനുള്ള, റിസർച്ച് നടത്താനുള്ള ടൈം അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ടൈം കൂടുതൽ അവൈലബിൾ ആണെങ്കിൽ പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യാം. സോ അവൈലബിലിറ്റി ഓഫ് ടൈം എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് ഫാക്ടറാണ് ഡിഗ്രി ഓഫ് ആക്യുറസി നെസസറി ഫോർ ദി സ്റ്റഡി. ഇനി റിസർച്ചിൽ എത്രത്തോളം ആക്യുറസി ആവശ്യമാണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആക്യുറസി നീഡഡ് ബൈ ദി റിസർച്ചർ. ഈ റിസർച്ചിൽ എത്രത്തോളം ആക്യുറസി അല്ലെങ്കിൽ കറക്റ്റ്നെസ് ആവശ്യമാണ് എന്നുള്ളതും ഡാറ്റ സെലക്ട് ചെയ്യാനുള്ള, ഏത് ഡാറ്റയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള വേറൊരു മാനദണ്ഡമാണ്. കൂടുതൽ ഡിഗ്രി ഓഫ് ആക്യുറസി ആവശ്യമാണെങ്കിൽ പ്രൈമറി ഡാറ്റ ചൂസ് ചെയ്യണം. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ ഓർ റിസർച്ചർ. റിസർച്ചറുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററുടെ സ്റ്റാറ്റസും ഡാറ്റ പ്രൈമറി ഡാറ്റയാണോ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റയാണോ കളക്ട് ചെയ്യേണ്ടത് എന്നതിനുള്ള വേറൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റർ. ഇനി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അവൈലബിൾ ആണെങ്കിൽ അവിടെ പ്രൈമറി ഡാറ്റ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ളതും വേറൊരു ഫാക്ടറാണ്. ദീസ് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ സെലക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ ഓർ സെക്കൻഡറി ഡാറ്റ. അതായത് ഏത് ഡാറ്റയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ചോയ്സ് തീരുമാനിക്കുന്നതിനുള്ള ഫാക്ടേഴ്സാണ് ഇതെല്ലാം. Next we have to discuss about what are the sources of data. ഡാറ്റ സോഴ്സസ് ഏതെല്ലാമാണ്? ഡാറ്റ സോഴ്സസ് രണ്ട് രീതിയിലാണ്, പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സോഴ്സസ് ആണ്. ഡാറ്റ കളക്ട് ചെയ്യുന്ന, ഈ സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റ ഒറിജിനൽ ഡാറ്റയാണ്. ദീസ് ആർ ഒറിജിനൽ സോഴ്സസ് ഫ്രം വിച്ച് ദ റിസർച്ചർ ഡയറക്ട്ലി കളക്ട് ഡാറ്റ ദാറ്റ് ഹാവ് നോട്ട് ബീൻ പ്രീവിയസ്ലി കളക്റ്റഡ്. ഇത് പ്രൈമറി സോഴ്സസ് ഒറിജിനൽ സോഴ്സസ് ആണ്. പിന്നെ ഇതിൽ നിന്നും, ഈ ഒറിജിനൽ സോഴ്സ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നത് റിസർച്ചർ നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന സോഴ്സാണ് പ്രൈമറി സോഴ്സസ്. പിന്നെ മാത്രമല്ല ഈ ഒരു ഡാറ്റ റിസർച്ചർ മുമ്പ് കളക്ട് ചെയ്തിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈം ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ സോഴ്സാണ്, ആ രീതിയിലുള്ള സോഴ്സാണ് പ്രൈമറി സോഴ്സസ്. ഇനി രണ്ടാമത്തേതാണ് സെക്കൻഡറി സോഴ്സ്. സെക്കൻഡറി സോഴ്സസ് those sources which contain data which has already been published. അതായത് ഓൾറെഡി കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റ കിട്ടുന്ന സോഴ്സിനെയാണ് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. വേറൊരാൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ, അദ്ദേഹം കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയാവാം ഇത്. അത്തരത്തിലുള്ള ഡാറ്റ ലഭിക്കുന്ന സോഴ്സാണ് സെക്കൻഡറി സോഴ്സസ്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതായത്
ഡാറ്റ സോഴ്സസ് ഒരു ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. വേറെ രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. ഡാറ്റ സോഴ്സസ് വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് ചെയ്യാം. അത് 3 രീതിയിലാണ്. ഒന്ന് ഡോക്യുമെൻ്ററി സോഴ്സ്, 2 പേഴ്സണൽ സോഴ്സ് ആൻഡ് 3 ലൈബ്രറി സോഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻ്ററി സോഴ്സസ് ആണ്. ഡോക്യുമെൻ്ററി സോഴ്സസ് 2 രീതിയിലാണ്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഓരോ പേഴ്സൺസ് അവരുടെ റെക്കോർഡ്സോ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ്സ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിനെയാണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡ്സ് ലൈഫ് ഹിസ്റ്ററി, ഡയറി, ലെറ്റേഴ്സ് ആൻഡ് മെമ്മറീസ്. അതായത് ആളുകളുടെ ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി, ആത്മകഥ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ജീവചരിത്രം. പിന്നെ അതുപോലെ തന്നെ ഡയറി റെക്കോർഡ്സ്, ആളുകളുടെ ഡയറി റെക്കോർഡ്സിൽ നിന്നും ഡാറ്റ കിട്ടാം. ലെറ്റേഴ്സ്, അതുപോലെ തന്നെ മെമ്മറി, ഓർമ്മക്കുറിപ്പുകൾ, ഇതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്ററി സോഴ്സ്. പബ്ലിക് ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ് ആൻഡ് മാഗസിൻസ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്, ഇവയൊക്കെയാണ്. ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും, ജേർണലിൽ നിന്നും, മാഗസിൻസിൽ നിന്നും, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റയാണ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്, അതായത് ഈ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ടൈപ്പാണ് ഡോക്യുമെൻ്ററി സോഴ്സസ്. ഡോക്യുമെൻ്ററി സോഴ്സസ് 2 രീതിയിലാണ്, ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് പേഴ്സണൽ സോഴ്സസ്. അതായത് റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയയിൽ അറിവുകളുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന സോഴ്സസാണിത്. പേഴ്സണൽ സോഴ്സസ്. റിസർച്ചർ അയാൾ ചെയ്യാൻ പോകുന്ന റിസർച്ചിൻ്റെ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിചയമുള്ള ആളുകളുടെ കയ്യിൽ നിന്നും അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് പേഴ്സണൽ സോഴ്സസ്. 3 ലൈബ്രറി സോഴ്സസ് ആണ്. റിസർച്ചർക്ക് വേണ്ട ഡാറ്റ ലൈബ്രറിയിൽ പോയി കണ്ടെത്തുക, ലൈബ്രറിയിൽ നിന്നുള്ള ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുക, അതാണ് ലൈബ്രറി സോഴ്സസ്. അപ്പോൾ രണ്ടാമത്തെ രീതിയിലുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്, ഡാറ്റ സോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇത്. ഡോക്യുമെൻ്ററി സോഴ്സസ്, പേഴ്സണൽ സോഴ്സസ് ആൻഡ് ലൈബ്രറി സോഴ്സസ്. മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇത് തന്നെയാണ്. പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ് എന്നുള്ളത് മെയിൻ ക്ലാസിഫിക്കേഷൻ. 2 രീതിയിലാണ്, primary data source and secondary data source. These are the classification of sources of data.